ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്മസ് നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം തരുന്ന, ആനന്ദം തരുന്ന, അതോടൊപ്പം തന്നെ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. നമുക്കറിയാം, നമുക്ക് രക്ഷ കൈവന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആനന്ദവും സമാധാനവും കൈവന്നത് ഈ കർത്താവിൻ്റെ ജനനത്തിലൂടെയാണ്. ആ ജനനത്തെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഏറ്റവും നല്ല മനോഹരമായ ഒരു വചനം ഇപ്രകാരമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ, നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, കർത്താവായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുന്നത് സഹനങ്ങളിലൂടെയാണ്. അത് തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ അവസാനത്തെ നിമിഷങ്ങളിൽ കുരിശു മരണത്തിലൂടെയും സഹനങ്ങളിലൂടെ രക്ഷ കൈവന്ന് തരുന്ന കർത്താവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈ ക്രിസ്മസിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് സഭ തരുന്ന ഒരു നോമ്പിലൂടെയാണ് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ദൈവാനുഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. ആ സഹനം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത സഹനങ്ങളുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുക എന്നതല്ല. കർത്താവിന് വേണ്ടി ചിലതൊക്കെ ഈ ലോക സുഖങ്ങൾ വേണ്ടാന്ന് വെക്കുക, ഈ ലോകം തരുന്ന സന്തോഷങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കുക. അങ്ങനെ ചില കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങൾ നമുക്ക് സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ ഈശോ നമുക്ക് വേണ്ടി രക്ഷ കൈവന്ന് തന്നത് വലിയ സഹനങ്ങളിലൂടെയാണ്. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില ലോക സുഖങ്ങളെ വേണ്ടാന്ന് വെച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ നമുക്കും ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.